ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം ഒരു വലിയ നോയമ്പിൻ്റെ നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാകുന്നുവല്ലോ. ജീവിതത്തെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാനുള്ള ആത്മീയ പരിശീലനമാണ് നോമ്പനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കേണ്ടത്. സ്വാർത്ഥതയ്ക്ക് കടിഞ്ഞാണിടുവാൻ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ അഹന്തയോ ശക്തിയോ അധികാരമോ അല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും മാനദണ്ഡം. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും മാനദണ്ഡം യേശുക്രിസ്തുവിൻ്റെ ക്രൂശും ഉയർത്തെഴുന്നേൽപ്പും ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരുന്നതാണ്. ലോകത്തിൻ്റെ അധികാരം പിടിച്ചടക്കി ലോകത്തെ നേടുവാനല്ല, തന്നെ പരമയാഗമായി സമർപ്പിച്ച് തൻ്റെ സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും ലോകത്തെ വീണ്ടെടുക്കുന്ന ശൈലിയാണ് ക്രിസ്തുവിൻ്റെ ജീവിതശൈലി. ഈ നോമ്പുകാലയളവിൽ കർത്താവിൻ്റെ മനോഹരമായ മനോഭാവങ്ങളിലേക്കും ജീവിതശൈലിയിലേക്കും വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 42 വേഴ്സസ് 10 to 17. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നാഥാടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തിങ്കൽ അടുത്തു വരുന്നു. വചനം അവിടുത്തേതാകുന്നു. ആ ആത്മാവിൽ ഗ്രഹിപ്പാനുള്ള ബുദ്ധി ഞാനും അടിയങ്ങൾക്ക് നൽകണമേ. നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിലടിയങ്ങളെ മറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇയ്യോബിൻ്റെ പുസ്തകം കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും എന്നാൽ ആ കഷ്ടതകളെ ഏതെങ്കിലും ഒരു നിർവചനം കൊണ്ട് ഒതുക്കുക സാധ്യമല്ല എന്നും തെളിയിക്കുന്ന പുസ്തകമാണ്. ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന നീതിമാനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ അടിക്കടി ഉണ്ടാകുന്നു. സമ്പത്തും പുത്രീപുത്രന്മാരും എല്ലാം നഷ്ടമാകുന്ന ഇയ്യോബ് അവസാനം ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ച് വേദനപ്പെടുന്ന അവസ്ഥയിലായിത്തീരുന്നു. ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തിയ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ ചില സ്നേഹിതർ കടന്നു വരുന്നുവെങ്കിലും കഷ്ടതകളുടെ കാരണം ഇയ്യോബിൻ്റെ പാപങ്ങളും കുറവുകളുമാണെന്ന നിഗമനത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുന്നു. എന്നാൽ നീതിമാനായ ഇയ്യോബിൻ്റെ മേൽ ദൈവകൃപ വീണ്ടും ചൊരിയപ്പെടുന്നു. അനുഗ്രഹത്തിൻ്റെ നാളുകൾ വീണ്ടും പ്രാപ്യമാകുമ്പോഴും ആരെയും തിരസ്കരിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സാഹോദര്യ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുവാൻ ഇയ്യോബ് ശ്രമിക്കുന്നു. ഇയ്യോബിനെ പോലെ ദൈവത്തെക്കുറിച്ച് നല്ലത് സംസാരിക്കുവാൻ കഴിയാതിരുന്ന ഇയ്യോബിൻ്റെ സ്നേഹിതരുടെ മേൽ ദൈവകോപം ജ്വലിക്കുന്നു. കോപം നീങ്ങുവാനുള്ള പോംവഴിയോ ഇയ്യോബിൻ്റെ അടുക്കൽ പോയി ദൈവത്തിന് യാഗം കഴിച്ച് ഇയ്യോബിനെ കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. തൻ്റെ നഷ്ടങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ തനിക്ക് ആശ്വാസമാവാതെ തൻ്റെ പാപത്തിൻ്റെ ആഴം അളന്ന് വേദനിപ്പിക്കാൻ ശ്രമിച്ച സ്നേഹിതരെ വെറുത്ത് ശപിക്കുന്നതിന് പകരം അവരുടെ പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ഇയ്യോബിന് സാധിക്കുന്നു. പൊട്ടിച്ചു കളയാവുന്ന സ്നേഹബന്ധത്തെ ക്ഷമയിലൂടെ കൂടുതൽ ശക്തമാക്കുവാൻ ഇയ്യോബിന് സാധിക്കുന്നു. വേദനിപ്പിച്ചെന്നും കുറ്റം പറഞ്ഞെന്നും ദോഷമായി പ്രവർത്തിച്ചെന്നും മറ്റും പറഞ്ഞ് അനേക ബന്ധങ്ങളെ പൊട്ടിച്ചെറിയുന്ന നമുക്ക് ഇപ്പോഴും പല ബന്ധങ്ങളെയും പുനഃസ്ഥാപിക്കുവാൻ സാധ്യമാകുന്നില്ല. എന്നാൽ ഇയ്യോബ് എല്ലാം മറന്ന് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഈ മാതൃക നമുക്കും സ്വീകരിക്കാം. കഷ്ടതകളുടെ കാലങ്ങളിൽ സാന്നിധ്യം അറിയിക്കാതെ അകന്നു മാറിയിരുന്ന സഹോദരി സഹോദരന്മാർ, പരിചയക്കാർ, ഇവരെയെല്ലാം അനുഗ്രഹ നാളുകളിൽ ഇയ്യോബിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ആപത്തുകാലത്ത് കൂടെ ഇല്ലാതെ ഇരുന്നവർ തിരികെ മടങ്ങിയെത്തുമ്പോൾ സ്വാഭാവികമായി അവരെ അടുപ്പിക്കേണ്ടതല്ല. എന്നാൽ വ്യത്യസ്തനായ ഇയ്യോബ് കഷ്ടതകളിൽ കൂടെ ഇല്ലാതെ ഇരുന്നവരെയും കൂടെ ചേർക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, അവരുമായി ഒന്നിച്ച് ഭക്ഷണമേശയിലൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ, അവർക്ക് തൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ നൽകുവാൻ സന്നദ്ധനാവുന്നു. ഉപകാരമില്ലാത്തവരെ അകറ്റുന്ന, അവരുമായുള്ള ബന്ധം മുറിച്ചു മാറ്റുന്ന ഇന്നിൻ്റെ ലോകക്രമത്തിൽ സഹോദരി ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്ന ഇയ്യോബ് നമുക്ക് ഒരു വെല്ലുവിളിയാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുവാൻ, ഇതൊക്കെയും നമ്മെ ക്രിസ്തു പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ കാട്ടിത്തരികയും ചെയ്തു.
ഈ വേദഭാഗത്ത് നാം കാണുന്നത് ഇയ്യോബിന് ലഭിച്ച ക്ഷമയിലൂടെ ബന്ധങ്ങൾ ശക്തമാകുകയും ദൈവകൃപ കൂടുതൽ ആഘോഷകരമാവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ച് നമുക്ക് ലഭിച്ച ദൈവകൃപകളെ കൂടുതൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കാം. നോമ്പിൻ്റെ വേളയിൽ ഹൃദയപൂർവ്വം അനുദപിച്ചുകൊണ്ട് നമ്മുടെ പിഴകളെ ഏറ്റുപറഞ്ഞ് ദൈവിക കരുണയ്ക്കായി യാചിക്കാം. സഹോദരനോടും സഹജീവിയോടും ദൈവത്തോടും നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണെന്നിരിക്കെ, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണെന്നിരിക്കെ, ഹൃദയപരമാർത്ഥതയോടെ നോമ്പ് നോൽക്കുവാൻ നമുക്കാകണം. നോമ്പിലൂടെ ദൈവശബ്ദം കേൾക്കുവാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും ആത്മീയ അച്ചടക്കത്തോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അപ്രകാരം നമ്മുടെ നോമ്പ് ഫലവത്തായും നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥവത്തായും തീരട്ടെ. ആമേൻ.